നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മേടമാസം 28 ചതുർദശി വരുന്ന ദിവസം, അതായത് ചോതി നക്ഷത്രം വരുന്ന ദിവസം പകൽ 5:48 AM സൂര്യോദയവും സൂര്യാസ്തമനം 6:22 PM രാഹുകാലം 4:48 PM മുതൽ 6:22 PM വരെയും ഗുളികകാലം 3:13 PM മുതൽ 4:48 PM വരെയും യമകണ്ഠകാലം 12:05 PM മുതൽ 1:39 PM വരെയും. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:41 AM മുതൽ 12:03 PM വരെയും 12:07 PM മുതൽ 12:29 PM വരെയും. ചന്ദ്രാഷ്ടമം മീനം രാശിക്കാർക്ക്. ഇനി നമുക്ക് ഇന്നേ ദിവസം ഞായറാഴ്ചയാണ്, നരസിംഹ ജയന്തിയാണ്. നരസിംഹ ജയന്തി എന്ന് പറയുമ്പോൾ മത്സ്യകൂർമ്മ വരാഹ നരസിംഹ ഭഗവാന്റെ 4ാമത്തെ അവതാരമായ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരങ്ങളിൽ 4ാമത്തെ അവതാരമായ നരസിംഹം അതിൻ്റെ ആ പ്രഹ്ലാദനെ രക്ഷിക്കുന്നതിന് നരസിംഹം തൂണിൽ നിന്നും വന്ന ആ ഒരു ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാവിധ ശത്രുദോഷങ്ങളും മാറുന്നതിന് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ സാധിക്കും. വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന മൂർത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിന് പറ്റിയ ദിവസമാണ്. അതുപോലെ ഞായറാഴ്ച കൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. ചന്ദ്രാഷ്ടമം വരുന്നത് മീനം രാശിക്കാർക്കാണ്. ഇനി ഗ്രഹനില പറയുമ്പോൾ സൂര്യൻ മേടത്തിൽ, അതുപോലെ തന്നെ ചന്ദ്രൻ തുലാത്തിൽ, ചൊവ്വ കർക്കിടകത്തിൽ, ബുധൻ വന്നിട്ട് മേടത്തിൽ, ഇടവത്തിൽ ഗുരു, മീനത്തിൽ ശുക്രനും മന്ദനും സർപ്പിയും, കന്നിയിൽ കേതുവും, ഗുളികോദയം വന്നിരിക്കുന്നത് തുലാരാശിയിലുമാണ്. ഇനി നമുക്ക് ഈ ദിവസത്തെ 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകുന്നത്, നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്ന വഴി നമുക്ക് എന്തെല്ലാം ഗുണഫലങ്ങളുണ്ടാവും, ഞായറാഴ്ച ഓറഞ്ച് നിറത്തിലോ ചാരണ നിറത്തിലോ ഉള്ള ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, സൂര്യഗായത്രി ജപിക്കുന്നത് ഒക്കെ വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. 27 നക്ഷത്രക്കാരുടെ, അതായത് 12 രാശിക്കാരുടെയും പൊതുവായ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 11/5/2005 മേടം രാശിക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. തൊഴിൽപരമായി തിരക്ക് വർദ്ധിക്കുന്ന ദിവസമാണ്. കൃഷി ലാഭകരമാവും. കാഴ്ചപ്പാടുകളിൽ വ്യക്തത വരുത്തും. പഴയ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന ദിവസമാണ്. മത്സര രംഗത്ത് വിജയം കൈവരിക്കും. പുതിയ ഉദ്യമങ്ങളെല്ലാം ഗുണകരമായി ഫലിക്കും. വീട് പുതുക്കിപ്പണിയുന്നതിനുള്ള ശ്രമം ചെയ്യും. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടവും അംഗീകാരവും ഒക്കെ ലഭിക്കും. കച്ചവടം അഭിവൃദ്ധിപ്പെടും. രോഗദുരിതങ്ങളിൽ നിന്നും മാറ്റം, അതായത് ഒരു രോഗദുരിതങ്ങൾക്കൊരു ശമനം ലഭിക്കും. രോഗശമനം പ്രതീക്ഷിക്കാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും ശ്രദ്ധിച്ച് ഇടപഴകണം. അതുകൊണ്ട് തന്നെ ഗുണഫലങ്ങൾ വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങളിലുള്ള പാളിച്ചകളെല്ലാം ഇല്ലാതാവും. സന്താനങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കാം. ആഗ്രഹിച്ച പഠന മേഖലകൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. കൃഷി, വ്യവസായം ഇവയിൽ നിന്ന് പണം മുടക്കുന്നത് നന്നായിരിക്കും. അപ്പം
രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നരസിംഹസ്വാമിയെയും സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശിവക്ഷേത്രത്തിൽ ജലധാരയൊക്കെ കഴിക്കുന്നത്, നരസിംഹസ്വാമിക്ക് പാനക വഴിപാടൊക്കെ കഴിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ചില പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യും. പരീക്ഷാ വിജയം ഉറപ്പാക്കാം. നല്ല കൂട്ടുകെട്ടുകൾ വന്നു ചേരും. പ്രശസ്തി വർദ്ധിക്കും. പ്രതീക്ഷകൾ സഫലമാകും. തൊഴിൽപരമായി ആനുകൂല്യങ്ങൾ വർദ്ധിക്കും. വീട് നിർമ്മാണം പൂർത്തീകരിക്കും. സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ഒരു ആർജവം വന്നു ചേരും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും. പരിശ്രമത്തിലൂടെ പല നല്ല നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. ശുഭപ്രതീക്ഷകൾ ഗുണം ചെയ്യും. ഇഷ്ടവിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത്, പാനകം വഴിപാട് കഴിക്കുന്നത്, നരസിംഹ മന്ത്രം ജപിക്കുന്നതൊക്കെ ഒരുപാട് ശത്രുദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന്, ഈ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനും സഹായകമാവും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് എല്ലാ നല്ല സമയമാക്കി മാറ്റുവാൻ ശ്രമിക്കണം. അല്പം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണത്തേക്കാൾ ദോഷമേറിയിരിക്കുന്ന ദിവസമായതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം. പ്രാർത്ഥനകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തണം. ശാരീരികമായ വിഷമതകൾ വരുമ്പോൾ തലവേദന, മേലുവേദന, ദേഹം മുഴുവൻ ഒരു ചുട്ടുനീറുന്നൊരവസ്ഥയൊക്കെ ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും. തൊലിപ്പുറമേയുള്ള അസുഖങ്ങൾ വരാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പഠന കാര്യങ്ങളിൽ കുട്ടികൾ വല്ലാതെ അലസത പ്രകടിപ്പിക്കും. അപ്പോൾ ആ അലസതയൊക്കെ മാറ്റി നരസിംഹസ്വാമി ദർശനം നടത്തുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ശിവങ്കൽ ജലധാരയൊക്കെ കഴിക്കുമ്പോൾ എല്ലാവിധ അസ്വാസ്ഥ്യങ്ങളും മാറിക്കിട്ടുന്നതാണ്. വാക്കുകളിൽ വരുന്ന അബദ്ധങ്ങൾ നല്ല ബന്ധങ്ങൾക്ക് വിള്ളലുകൾ വരുത്താം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. പാരമ്പര്യമായി ലഭിക്കാനുള്ള ആ സ്വത്ത് കാര്യത്തിലൊക്കെ ഒരു തീർപ്പുണ്ടാവും. ദാമ്പത്യ സുഖം അനുഭവത്തിൽ വന്നു ചേരും. വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസിക്കുന്നതിന് ശ്രമിക്കുന്നവർക്കും അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. കൃഷി, കന്നുകാലി വളർത്തൽ, കൈത്തൊഴിലുകൾ, കുടിൽ വ്യവസായം ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. എന്നിരുന്നാൽ പോലും വീട്ടിൽ മംഗളകർമ്മങ്ങളോ പൂജകളോ ഒക്കെ നടത്തുവാനുള്ള സാഹചര്യമുണ്ട്. കർമ്മരംഗത്ത് കഠിനാധ്വാനം മൂലം കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാനുള്ള യോഗം കാണുന്നു. പുതിയ ജീവിത പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് വഴി കർമ്മരംഗത്ത് മാത്രമല്ല ജീവിതത്തിലും ചില നന്മകൾ വന്നു ചേരാം. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് മിഥുനൻ രാശിക്കാർ അവരുടെ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളായ ശ്രീരാമസ്വാമി, ശ്രീകൃഷ്ണസ്വാമി, നരസിംഹസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശിവങ്കൽ ജലധാര നടത്തുന്നതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്ന ദിവസമാണ്. ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും വർദ്ധിക്കും. മഹത്തായ കാര്യങ്ങൾ സാധിച്ചെടുക്കും. വസ്തു കച്ചവടം സാധ്യമാവും. കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും. കുടുംബാന്തരീക്ഷം സുഖകരമാകും. വ്യാകുലതകളൊക്കെ നീങ്ങി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ഉപരിപഠനത്തിനുള്ള അവസരം ലഭിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാവും. ചെലവുകൾ അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. സ്വന്തമായിട്ട് കർമ്മ പദ്ധതികൾ ആരംഭിക്കും.
പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി, രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി, നരസിംഹസ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം അർത്ഥപൂർണമായി തീരുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളൊക്കെ വിജയിക്കുന്ന ദിവസമാണ്. ബന്ധങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാവും. കേസുകളിലൊക്കെ വിജയസാധ്യത വരുത്തുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞ് പരിഹരിക്കും. വീട് പുതുക്കി പണിയുന്നതിനുള്ള ആലോചനകൾ നടത്തും. സംയുക്ത സംരംഭങ്ങളിൽ പണം മുടക്കുവാനുള്ള തീരുമാനം എടുക്കും. അതുപോലെ തന്നെ അർഹതപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള സഹായിക്കുവാനുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കും. വലിയ പദ്ധതികൾ, കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തും. അതുപോലെ തന്നെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ഇടപെടുന്നത് വഴി കുടുംബത്തിൽ സമാധാനവും കർമ്മരംഗത്തെ വളർച്ചയും പ്രതീക്ഷിക്കാം. സന്താനങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നരസിംഹസ്വാമിയെ കൂടി പ്രാർത്ഥിക്കുകയും ശിവങ്കൽ ജലധാരയോ പിൻവിളക്കൊക്കെ നടത്തുമ്പോൾ ഓറഞ്ചോ ചുവപ്പോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് വിജയം ഉറപ്പാക്കുക. സന്താനങ്ങളിലുള്ള പ്രതീക്ഷകൾ നിറവേറും. പൊതുപ്രവർത്തകർക്ക് ജനപ്രീതി നേടുവാൻ പറ്റുന്ന ദിവസമാണ്. സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം. ഭാവിയിൽ ഗുണകരമാകുന്ന അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ വളരെ ചിട്ടപ്പെടുത്തി തീരുമാനമെടുക്കും. ഭാവി തീരുമാനങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളൊക്കെ മാറുന്നതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കും. ഭാവി ജീവിതം സുരക്ഷിതമാകുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കും. ഹർജികളും നിവേദനങ്ങളും ഒക്കെ പരിഗണിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ളൊരു സാഹചര്യം വന്നു ചേരും. തുടർ പഠനത്തിലുള്ള ശ്രമങ്ങളൊക്കെ വിജയിക്കും. ഭൂമി ഇടപാടുകളിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. പുതിയ കോഴ്സിന് ചേരും. പഠിച്ച വിഷയങ്ങൾക്കനുസരിച്ച് ജോലി ലഭിക്കും. കൃഷിയിൽ നിന്നും വരുമാനം വർദ്ധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗം കാണുന്നു. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുന്നതിന് രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെയും നരസിംഹസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. മുടങ്ങിപ്പോയ ധനമിടപാടുകളൊക്കെ പുനരാരംഭിക്കും. നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പുതിയ രൂപരേഖ തയ്യാറാക്കും. പേരും പ്രശസ്തിയും ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കഴിവിനനുസരിച്ച് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. മുന്നിട്ടിറങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. സർക്കാർ സഹായങ്ങൾക്ക് അല്പം കൂടി കാലതാമസം വേണ്ടിവരും. സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള നിർബന്ധിതരാവും. വളരെ ആലോചിച്ച് മാത്രം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പുതിയ സ്ഥാനമാനങ്ങൾ ഏൽക്കുന്നത് നന്നായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യനിലയിൽ അല്പം ആശങ്ക വന്നു ചേരാം. ആഗ്രഹിച്ച വസ്തുക്കൾ നേടിയെടുക്കുന്നതിനായി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുമെങ്കിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയുമൊക്കെ വന്നു ചേരുമെങ്കിലും ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതിന് നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, പാനകം വഴിപാട് കഴിക്കുന്നത്, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, ശിവങ്കൽ ജലധാരയൊക്കെ കഴിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ട വ്യക്തികളുമായി പരിചയത്തിലാവും.
ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കർമ്മ പദ്ധതികൾ രൂപീകരിക്കും. സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കും. ചെറിയ പ്രവർത്തനങ്ങൾക്ക് പോലും വലിയ ഫലങ്ങളും നേട്ടങ്ങളും ലഭിക്കും. ലക്ഷ്യബോധത്തോടെ മുന്നേറും. തെറ്റുകളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും പാഠം പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കും. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അധികാരം ലഭിക്കുന്നതാണ്. മുന്നിട്ടിറങ്ങുന്ന എല്ലാ കാര്യത്തിലും വിജയം പ്രതീക്ഷിക്കാം. സർക്കാർ സഹായങ്ങൾക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം ശ്രദ്ധ ആവശ്യമാണ്. പിന്നിൽ നിന്ന് ശത്രുപക്ഷത്തു നിന്നുള്ള ആരോപണങ്ങളൊക്കെ വരുവാനും ചിലപ്പോൾ ചതി പറ്റുവാനും യോഗം കാണുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വഴി, അതുപോലെ തന്നെ ശിവങ്കൽ ജലധാരയൊക്കെ കഴിക്കുമ്പോൾ, കർമ്മരംഗം ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ കർമ്മരംഗത്ത് വരാനിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിഞ്ഞു കിട്ടുന്നതാണ്. അപകടങ്ങളും മാറിപ്പോകുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിച്ച വിഷയങ്ങൾക്കനുസരിച്ച് ജോലി ലഭിക്കും. കൃഷിയിൽ നിന്ന് വരുമാനമൊക്കെ ലഭിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങും. അപ്രതീക്ഷിതമായി ചില നേട്ടങ്ങൾ, മനസ്സിന് ആശ്വാസം തരുന്ന സന്ദർഭങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. കർമ്മ വിജയം കൈവരും. സുഹൃത്തുക്കളുമായുണ്ടായിരുന്ന പരിഭവങ്ങളും പരാതികളും ഒക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമെങ്കിലും വിജയം അത്ര എളുപ്പമായിരിക്കില്ല. എല്ലാ ലക്ഷ്യങ്ങളും അനായാസകരമായി നേടിയെടുക്കുവാൻ ശ്രമിക്കും. പക്ഷേ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും. സാമ്പത്തിക സ്ഥിതി അല്പസ്വല്പം മെച്ചപ്പെടും. കച്ചവടത്തെ രംഗത്ത് മികവ് പ്രദർശിപ്പിക്കും. വിശാലമായ ചിന്താഗതികൾ പുലർത്തുന്നത് വഴി ഗുണം പ്രതീക്ഷിക്കാം. ദീർഘകാലമായി ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ സാധിച്ചെടുക്കാവുന്നതാണ്. ചെറിയ പ്രവർത്തനങ്ങൾക്ക് പോലും കൂടുതൽ അധ്വാനം ആവശ്യമായി വരും. എല്ലാ രംഗത്തും, കലാകായിക രംഗത്തും IT വിവരസാങ്കേതിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും. ചെയ്യാവുന്നത്രയും കർമ്മം സമയബന്ധിതമായി ചെയ്തു തീർത്ത് കർമ്മരംഗത്ത് പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കണം. അപകടങ്ങൾ പതിയിരിക്കുന്നു, കരുതിയിരിക്കുക. നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയായ നരസിംഹപ്രമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പാനകം വഴിപാടൊക്കെ കഴിക്കുന്നതോടൊപ്പം കഷ്ടതകളും ചതിവുമൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടപ്പെട്ട ഊർജം തിരിച്ചെടുക്കുവാനും സാധിക്കും. നമഃശിവായ ജപിക്കുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള വഴിത്തിരിവുകൾ വന്നു ചേരും. ശുഭവും അശുഭവും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് വളരെ നന്നായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ അവസരം കിട്ടുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കുക. പുതുമ എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മളുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പഠനം നടത്തുന്നത് കർമ്മരംഗം കൂടുതൽ ശോഭനമായി തീരുന്നതിന് സഹായകരമാവും. പുതിയ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ലാഭവെച്ച കൂടാതെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുവാനുള്ള ഒരു തന്ത്രം കൂടി ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഉയർന്ന അവസരങ്ങൾ തേടി വരുമ്പോൾ അത് തള്ളിക്കളയാതിരിക്കുക. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുവാനുള്ള സന്ദർഭം വന്നു ചേരും. ജീവിത രീതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിശിഷ്ട വ്യക്തികളുമായി പരിചയപ്പെടുകയും ആ പരിചയപ്പെടൽ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി തീരുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിലുള്ള ആശങ്കകളെല്ലാം മാറിക്കിട്ടും. പ്രിയജനങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യും. നിയമ തടസ്സങ്ങൾ ബാധിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ഉൾക്കാഴ്ച വർദ്ധിക്കുന്ന സമയമാണ്. ആഘോഷങ്ങളും ഉത്സവങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാനകം വഴിപാട് കഴിക്കുന്നത്, നരസിംഹ മന്ത്രം ജപിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ശിവങ്കൽ ജലധാര കഴിക്കുന്നതൊക്കെ കഷ്ടതകൾ മാറുന്നതിനും ഒരു പുതു വെളിച്ചം ജീവിതത്തിൽ വന്നു ചേരുന്ന സഹായകമാവും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യസാധ്യത്തിനായി പുതിയ മാർഗങ്ങൾ കണ്ടെത്തും. വീട് കൂടുതൽ സൗകര്യപ്രദമാക്കും. കായിക രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. പ്രതീക്ഷിക്കാത്ത ഗുണാനുഭവങ്ങൾ വന്നു ചേരും. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇഷ്ടകാര്യങ്ങൾ ചെയ്യുവാനുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. ചികിത്സകൾക്കും നല്ല ഫലം ലഭിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതിയും പ്രതീക്ഷിക്കാം. പഠനരംഗത്തെ ലക്ഷ്യബോധത്തോടെ പദ്ധതികൾ ചെയ്യുവാനായി സാധിക്കും. പ്രോജക്റ്റുകളൊക്കെ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാനുള്ള അവസരം വന്നു ചേരും. കഠിനാധ്വാനത്തിലൂടെ തൊഴിലിൽ വിജയം നേടുവാൻ സാധിക്കും. വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള പിന്തുണ ലഭിക്കും. തടസ്സപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പരിഗണിക്കുകയും അത് പുനരെടുത്ത് ചെയ്യുന്നതിനുള്ള ഒരു ആർജവം ലഭിക്കും. അപ്രതീക്ഷിത സംഭവങ്ങളുടെ സന്തോഷവും സംതൃപ്തിയും വന്നു ചേരും. കേസുകളിലൊക്കെ തീർപ്പ് വരുന്നതിന് അല്പം കാത്തിരിക്കേണ്ടതായി വരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുന്നതിന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാനകം വഴിപാട് കഴിക്കുന്നത്, അതുപോലെ തന്നെ ശിവങ്കൽ ജലധാരയൊക്കെ കഴിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമായി തീരും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എതിരാളികളുടെ പ്രവർത്തനങ്ങളെ മറികടക്കുവാൻ കഴിയും. തൊഴിൽപരമായ വലിയ പ്രതീക്ഷകൾ പൂവണിയുന്ന ദിവസമാണ്. വീട്ടുകാരിൽ നിന്നും ഗുണം വർദ്ധിക്കും. സാമ്പത്തികമായ ഉന്നതി വന്നു ചേരും. ആരോഗ്യപരമായ ആശങ്കകളെല്ലാം നീങ്ങിക്കിട്ടും. ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഒരു അവസരം ലഭിക്കും. ഉയർന്ന അവസരങ്ങൾ തേടി വരുമ്പോൾ ആ അവസരങ്ങൾ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. വിശിഷ്ട വ്യക്തികളുടെ സൗഹൃദം ഗുണത്തിലാണോ എന്ന് മനസ്സിലാക്കി ബന്ധം നിലനിർത്തി കൊണ്ടുപോവുക. പല രീതിയിലുള്ള ഭാഗ്യം വന്നു ചേരുമ്പോഴും സാഹസികത വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ നഷ്ടത്തിലാവാതിരിക്കാൻ, അല്ലെങ്കിൽ അതുകൊണ്ടൊരു കഷ്ടവും വരാതിരിക്കാൻ പ്രത്യേകം കരുതലെടുക്കുക. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള മാർഗം വന്നു ചേരും. മനോധൈര്യം വർദ്ധിക്കും. അകന്നുപോയ വ്യക്തികളുമായി രമ്യതയിലാകും. വീട് പണി പുനരാരംഭിക്കും. പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ കൈവശം വന്നു ചേരും. രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയായ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ കർമ്മരംഗത്തും ജീവിതത്തിൽ മുടനീളം വന്നു ചേരാവുന്ന ശത്രുതകളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശിവങ്കൽ ജലധാര കഴിക്കുന്നതും ജന്മശനിയുടെ കഷ്ടതകളെല്ലാം മാറി സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നതിന് സഹായകമാകും. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വസ്ഥവും സമാധാനപരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകുവാനും കർമ്മരംഗത്ത് കൂടുതൽ ഐശ്വര്യം വന്നു ചേരുന്നതിനും ഓരോരുത്തരും അവരവരുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നരസിംഹ ജയന്തി ദിനത്തിൽ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത്, നരസിംഹമൂർത്തി ഉപാസനയൊക്കെ എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. കഴിയുമെങ്കിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാനകം വഴിപാടൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. ഞായറാഴ്ച അതുകൊണ്ട് ശിവങ്കൽ ജലധാരയൊക്കെ കഴിക്കുന്നത്, കരിക്കഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ കഷ്ടതകളും മാറിപ്പോകും. സന്തോഷവും സമാധാനവും നിലനിന്ന് കിട്ടും. എല്ലാവർക്കും ഈ നരസിംഹ ജയന്തി ദിനം ഒരു സന്തോഷം തരുന്ന ദിവസമായി തീരട്ടെ. നമ്മുടെ രാജ്യം പ്രതിസന്ധിയെ നേരിടുന്ന യുദ്ധഭീഷണിയിലൊക്കെ നിൽക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും, രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും ഒരു ആപത്തും വരാതിരിക്കാൻ നരസിംഹസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ ഭടന്മാർക്ക് എല്ലാവിധ
കരുത്തുകളും സ്വാമി പ്രദാനം ചെയ്യും എന്ന്, ശത്രുദോഷം പൂർണ്ണമായും ഇല്ലാതാവട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.